റിവ്യൂവറിനെ വിളിച്ചിട്ട് വഴക്ക് എനിക്ക് ആളിനെയൊന്നും അറിയത്തില്ല. പക്ഷെ അദ്ദേഹം അത് ചെയ്യാൻ കാണിച്ച ധൈര്യത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം അങ്ങനെ കോടികൾ മുടക്കി ഇറക്കുന്ന അത് അദ്ദേഹത്തിന് എത്ര കോടി ചെലവാക്കിയാണ് സാധനം എടുക്കുന്നത്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്ന നമ്മുടെ ഉണ്ണി വ്ളോഗ്സിനെ കുറിച്ചാണ്. മൂവി റിവ്യൂ ചെയ്യുന്നവരെ നമ്മുടെ ബിഗ് ബോസ് താരം രഞ്ജിത്ത് സാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ മൂവിയുടെ റിവ്യൂ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ വിളിച്ച് സംസാരിച്ച കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ ഇത് 2 ദിവസം മുമ്പ് ഞാൻ ഓൺ എയർ കേരള എന്ന് പറഞ്ഞൊരു ചാനലാണ് ഞാൻ ഈ വീഡിയോ കാണാൻ ഇടയായത്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സാറിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഈ റിവ്യൂറിനെ പറ്റി. റിവ്യൂ എന്ന ഒരു മേഖല, അതിനെ കുറിച്ച് സാറിന് എന്താ പറയുക? നല്ലതാണോ അതെയോ? സത്യസന്ധമായ റിവ്യൂ പറയുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, രജിത്ത് ചാനൽ, പൽക്കുറ 2 ലക്ഷത്തോളം സബ്സ്ക്രൈബറുണ്ട്. എനിക്ക് 50 രൂപ പോലും കിട്ടാറില്ല. കാരണം എന്താ പറയാ, ഞാൻ ഇടുന്നത് നല്ല സാധനങ്ങളാണ്. മനസ്സിലായ ബയോളജി, ഭഗവത്ഗീത, ബൈബിള്, ഖുർആൻ, മോട്ടിവേഷന്. ആ 2 ലക്ഷം പേരിൽ പലപ്പോഴും കാണുന്നത് ഒരു മാസം കൊണ്ട് 1000 പേരാണ്. എന്നാൽ വേണ്ടാത്തൊരു തമ്പനയിലും തെറ്റിദ്ധരിപ്പിക്കലും ഇട്ട് മോശപ്പെട്ടവരാണ്. ഇതിൽ കയറി നോക്കിയാൽ നിങ്ങൾ ഞെട്ടും. ഞെട്ടല്ല, ഞൊട്ടും. അതിൽ കയറണവന് ഒരു ദിവസം കൊണ്ട് 1 മില്യൺ അതിന് പൈസ കിട്ടാൻ വേണ്ടിയില്ല. അപ്പൊ അത് വേണ്ടി വൃത്തികേടും മോശം എഴുതി വെക്കും. എന്റെ കണക്കനുസരിച്ച് സോഷ്യൽ മീഡിയ കുട്ടികളെല്ലാം നല്ലവരാണ്. പക്ഷെ പണം ഉണ്ടാക്കാനുള്ള മാധ്യമം നോക്കുമ്പോൾ അവർ അധർമ്മത്തിലൂടെ കുറെ പേര് സഞ്ചരിക്കുന്നു എന്നുള്ളത് അതിന്റെ ഒരു വിശ്വാസ്യത ഇല്ലാതാക്കുക. യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ തംബ്ലൈന്റെ കാര്യങ്ങൾ. ഞാൻ ഉൾപ്പെടെ എങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു സംഭവത്തിന്റെ ഓപ്പോസിറ്റ് ഇട്ടാലായിരിക്കും ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ നോക്കുന്നത്. അത് സ്വാഭാവികം. പക്ഷെ അതിനകത്ത് കറക്റ്റ് വിവരങ്ങളും കറക്റ്റ് കാര്യങ്ങളും എന്താന്ന് വെച്ചാൽ കണ്ടന്റ് അവിടെ കണ്ടിരിക്കും. അല്ലാതെ ഇപ്പം ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ, ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നതാണ്. അതെല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് രഞ്ജിത്ത് സാർ. അത് വേറെ കാര്യം. സാർ പറയുന്ന ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. അതുകൊണ്ട് നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂകൾ പണം വാങ്ങിച്ചുകൊണ്ട് റിവ്യൂ എഴുതുന്നവരുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല. പക്ഷെ അതെല്ലാം വളരെ മോശമാണ്. കാരണം കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ഒരു പ്രൊഡ്യൂസർ സിനിമ റെഡിയാക്കി കൊണ്ടുവരുന്നത്. അത് ഇങ്ങോട്ട് വന്നിരുന്നിട്ട് അതിനെ തോന്നിയ പോലെ വലിച്ചു കീറി അതിനെ മോശമാക്കി ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് യോജിച്ചില്ല. ഈ ഇടയ്ക്ക് തന്നെ മറ്റേ ബാഡ് ബോയ്സ്, ഒമർ ലുലു എൻ്റെ അടുത്ത സുഹൃത്താണ്, ബിഗ് ബോസിലൂടെ പോയിട്ടുള്ള ആ ഒരു സിനിമയെ സംബന്ധിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഷീലു മാഡമാണ് അതിന്റെ പ്രൊഡ്യൂസർ. മാഡത്തിന്റെ ഹസ്ബൻഡാന്ന് തോന്നുന്നു ഒരു റിവ്യൂവറിനെ വിളിച്ചിട്ട് വഴക്ക് എനിക്ക് ആളിനെയൊന്നും അറിയത്തില്ല. പക്ഷെ അദ്ദേഹം അത് ചെയ്യാൻ കാണിച്ച ധൈര്യത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം അങ്ങനെ കോടികൾ മുടക്കി ഇറക്കുന്ന ഒരു ഫിലിമാണ്. ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഈ റിവ്യൂകൾ കൊണ്ട് കൊല വിളിക്കാനായിട്ട്. പക്ഷെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. ഉണ്ണി ബ്ലോഗാണോ ഏത് ബ്ലോഗാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഉണ്ണി നല്ലതിട്ടാ വളരെ സന്തോഷം, ശരിയാണ് പറഞ്ഞെങ്കിൽ വളരെ സന്തോഷം. പക്ഷെ പണം മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറിന്റെ വേദന കൂടെ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ വെറും സാഡിസം മെന്റാലിറ്റി ഉള്ളവരാണ്. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് സംസാരിക്കാൻ വന്നത് ഉണ്ണി വ്ളോഗ്സിനെ കുറിച്ചാണ്. വേറെ ഒന്നും കൊണ്ടല്ല. ആ മൂവി ഇറങ്ങി ഫസ്റ്റ് ഡേ തന്നെ അദ്ദേഹം പോയി മൂവി കണ്ടതാണ്. മൂവി കണ്ടിട്ട് അദ്ദേഹം റിവ്യൂ ഇട്ടില്ല. എന്തുകൊണ്ട് ഇട്ടില്ലെന്ന് ഞാൻ ആലോചിച്ച്. പടം ഇറങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് റിവ്യൂ ഇടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നെഗ് അടിക്കുകയോ ഇല്ലയോ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ അദ്ദേഹം ഇട്ടതിന്റെ അന്ന് തന്നെയാണ് ശശാമ ഇടുകയും ചെയ്തത്. അദ്ദേഹം ദുബായിലായിരുന്നു. ഓക്കെ, ആ സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പൂർവ്വം ഇടാഞ്ഞു 3-4 ദിവസം കഴിഞ്ഞിട്ടിട്ട് എന്താ ഇതിന്റെ സംഭവം കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല. പ്രൊഡ്യൂസർ വിളിച്ചു, സംസാരമായി, അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായി. അവസാനം എന്തെടുത്ത് ഇദ്ദേഹം വീഡിയോ മുക്കി. അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറിന്റെ വോയിസും കാര്യങ്ങളും ഒക്കെ എടുത്ത് പുറത്തിടുകയും ചെയ്തു. അത് പിന്നെ പുള്ളി വീണ്ടും ഡിലീറ്റ് ചെയ്തു. അങ്ങനെ പോയി. ഇപ്പൊ പുള്ളിയുടെ ഒരു നിലവാരം എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പല റിവ്യൂകളും, ഈ ലക്കി ദ ഭാസ്കർ എന്ന് പറഞ്ഞൊരു ദുൽഖറിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. ആ പടം പുള്ളി അങ്ങ് കൊറിയൻ പടമായിട്ടൊക്കെ അങ്ങ് ചിത്രീകരിച്ചങ്ങ് വേറെ ലെവലാക്കി അങ്ങ് വിട്ടായിരുന്നു നൈസായിട്ട്. എന്തെവിടെ പറയണമെന്ന് പുള്ളിക്ക് ഇപ്പൊ വന്നോട്ട് ഒരു ബോധമില്ലാത്ത രീതിയിൽ അയാളുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ. ഈ അടുത്ത സമയം കൊണ്ട് നല്ലൊരു റിവ്യൂവർ എത്രമാത്രം മോശമായി പോവാം എന്ന് വെച്ചാൽ എന്തോ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നത് ഇത് പേടാണ്. ആ ഒരു നിലവാരം കൊണ്ട് കളഞ്ഞ ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരെ ദ്രോഹിച്ച് സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളായിരുന്നു. ഞാൻ പ്രൊഡ്യൂസറിനും ഡയറക്ടറിന്റെയും സൈഡിലാണ്. കാരണം പ്രൊഡ്യൂസേഴ്സ് ഇല്ല നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. കേരളത്തിൽ മലയാളത്തിൽ സിനിമ ഇല്ല. ഡയറക്ടേഴ്സ് ഇരിക്കട്ടെ, പ്രൊഡ്യൂസേഴ്സ് ആയിട്ടില്ല. ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിവ്യൂ ഇടാനോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരം ഉണ്ടാവുമോ? ഇല്ല. മലയാള സിനിമ ഇൻഡസ്ട്രി പൂട്ടിക്കെട്ടും. പ്രൊഡ്യൂസേഴ്സാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഗോഡ് പ്രൊഡ്യൂസറാണ്. അവൻ പണം കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് ആ പ്രൊഡ്യൂസർ സാറ് പ്രൊഡക്ഷൻ നടത്താക്കുന്നത്. അതിനെ എങ്ങനെ പൂട്ടിക്കാമെന്ന് നോക്കുന്ന മലയാളിക്ക് പിന്നെ നമ്മൾ സ്വയം പട്ടിണിക്ക് ഉണ്ടാവാൻ നോക്കിയല്ലേ. നമ്മൾ സ്വയം ഇരിക്കുന്ന കമ്പ് വെട്ടയല്ലേ ചെയ്യുന്നത്.
സോ ശക്തമായി തന്നെ അതിന് ഞാൻ പ്രതികരിക്കും. ഞാൻ വേറെ ചോദിച്ചോട്ടെ? ഇൻ കേസ് തൊണ്ട വളരെ രേത്തേട്ടനാണ് ആ ഉണ്ണി വ്ളോഗിന്റെ സ്ഥാനത്തിൽ എങ്കിൽ രേത്തേട്ടൻ എന്ത് ചെയ്യുക? എന്റെ വിഷയങ്ങൾ എനിക്കറിയില്ല. അല്ലല്ല, പക്ഷെ ഒരു പുള്ളിയുടെ സ്ഥാനത്ത് പ്രൊഡ്യൂസർ ഇങ്ങനെ വിളിച്ച് ഉണ്ണി എന്ത് ചെയ്യുന്നുവെന്നോ ഉണ്ണി എന്ത് ചെയ്തെന്നോ പ്രൊഡ്യൂസർ അതൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, പ്രൊഡ്യൂസറിന്റെ വേദന മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം, മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, നീ ഒരു പ്രൊഡ്യൂസർ, മോന്റെ പേര് എനിക്കറിയില്ല, എന്താ ആരും ഒരു പ്രൊഡ്യൂസറാണ്. 1 കോടി ചെലവാക്കി എന്നെ കൊണ്ടൊരു സിനിമ എടുപ്പിച്ചു. അതങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇങ്ങേര് അല്ലെങ്കിൽ ആരെങ്കിലും കയറിയത് അതിനെ വലിച്ചു കീറി നശിപ്പിച്ചു. നീ പെരയുടെ മരം വിറ്റിട്ട് ലോൺ വെച്ചിട്ടാണ് ഈ സിനിമ എടുത്തത്. ഇതിപ്പോ ഒരു വികാരം ഉണ്ടാവില്ല അല്ലെ? സങ്കടം ഉണ്ടാവും. ആ സങ്കടം മാത്രമേ കണ്ടാ മതി. സങ്കടം കണ്ടാ മതി. സങ്കടം ഈ 5 വിരലും എങ്ങനെ ഇരിക്കുന്നത്? 5 വിരലും വ്യത്യസ്തമാണ് അല്ലെ? അതുപോലെ മനുഷ്യരും വ്യത്യസ്തമാണ്. സത്യം അത് വേണം. ഞാൻ പറഞ്ഞല്ലോ, സത്യസന്ധമായ റിവ്യൂ അംഗീകരിക്കണം. എങ്ങനെ പോയാലും ഇനി ഇതൊന്നും മാറാൻ പോകുന്ന എനിക്ക് തോന്നിട്ടില്ല. ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിവ്യൂവും കാര്യങ്ങളും എല്ലാവരോടും. പിന്നെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ, ഒരു ചൂട് വരുമ്പോഴത്തേക്ക് അതിന് 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് കുറെ അഭിപ്രായങ്ങൾ വരും. ചിലപ്പോൾ 1-2 യൂട്യൂബേഴ്സ് അത് ചെയ്യുകയും ചെയ്യും, ചിലവരത് ചെയ്യത്തില്ല. സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പൊ കൂടുതലും ഇങ്ങനെ ഈ പറയുന്ന മൂവിയുടെ റിവ്യൂവും കാര്യങ്ങളും എല്ലാവരും എടുത്ത് നോക്കുകയൊക്കെ ചെയ്യുന്നു. ഇതിനൊരു ഫൈനൽ ഒരു ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ രഞ്ജിത്ത് സാറ് പറയുന്നുണ്ട് ജോജുവിനെ പറ്റി. അന്ന് ആ പയ്യനെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങള്, അപ്പൊ എല്ലാരും പറയുന്ന കാര്യം ആ പയ്യനെ വിളിക്കേണ്ട ആവശ്യമില്ല. ആ പടത്തിന്റെ മെയിൻ പോയിന്റ് ആണ് അദ്ദേഹം പുറത്തു വിട്ടത്. പിന്നെ എല്ലാ ഗ്രൂപ്പിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. അതൊരു വലിയൊരു വിവാദമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ജോജുവിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ പയ്യന്റെ ഭാഗത്ത് നല്ല തെറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ രഞ്ജിത്ത് സാർ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അത് വേറെ കാര്യങ്ങൾ. റിവ്യൂ അത് 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടാൽ മതി എന്ന് പറഞ്ഞാലും നടക്കുന്ന കേസ് കേട്ടല്ല. ആദ്യമൊക്കെ ഒരു 2-3 പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീടുള്ളവരൊന്നും അങ്ങനെ ചെയ്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. നശിപ്പിക്കാനും പ്രൊഡ്യൂസർമാരെ കുത്തുവാള എടുപ്പിക്കാനും തയ്യാറാവരുത്. അത് വളരെ മോശമാണ്. കാരണം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കാതാവും. ജനം റിവ്യൂവേഴ്സിനെയും സോഷ്യൽ മീഡിയയും വിശ്വസിക്കാത്ത ഒരു സമയം താമസിയാതെ നിങ്ങൾ എഴുതി വെച്ചു. നമ്മുടെ ജോജു സാറിന് ഇതുപോലെ പ്രശ്നമാണ് പണി സിനിമയ്ക്ക്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ജോജു സാറിന്. കാരണം കഷ്ടപ്പെട്ടൊരു സിനിമ ചെയ്തിട്ടേ ഒരു അതാണ് ജോർജ് ഞാൻ കണ്ടു. ജോജു അത് അദ്ദേഹത്തിന് എത്ര കോടി ചെലവാക്കിയാണ് സാധനം എടുക്കുന്നത്. തീർച്ചയായും. അപ്പൊ അത് വലിച്ചു കീറായിക്കുമ്പോ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഒരിക്കലും ഞാൻ പ്രതികരിക്കും. എന്റെ ജോലി പ്രതികരണമാണ്, അത് നന്മയ്ക്ക് വേണ്ടി പ്രതികരിക്കുന്നത്. ജോജുചേട്ടൻ അങ്ങനെ പബ്ലിക്കലി പറഞ്ഞത് ഇതായി തോന്നുന്നില്ലേ? അങ്ങനെ ഒരു പ്രൊഡ്യൂസർ അത്ര ഒരു വിവേക ബുദ്ധിയോട് കൂടി പണം പൊട്ടി എന്റെ പണം അത്രയും നശിച്ച് ഞാൻ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ എനിക്ക് തിരിഞ്ഞു പറഞ്ഞൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായ? എന്റെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരും. അല്ല, നമ്മൾ ഒരു പ്രൊഡക്റ്റ് പബ്ലിക്കിലേക്ക് ഇറക്കുമ്പോൾ പല രീതിയിലുള്ള അഭിപ്രായം ഉണ്ടാവും. അതിൽ മെജോറിറ്റിക്ക് നല്ല രീതിയിൽ പറയണം. അത് നല്ല രീതിയിൽ പറയണം. മോശമായ രീതിയിൽ പറയുന്നത് ശരിയാണ്. മെജോറിറ്റിയുടെ അഭിപ്രായം നോക്കിയിട്ടാണ് വിജയം സമ്പന്നമാണെന്നാണ് അവകാശപ്പെടുന്നത് അല്ലെ? സംസ്കാര സമ്പന്നമാണ് മെജോറിറ്റി, അങ്ങനെ തന്നെയാണ്. പക്ഷെ കുറച്ചു പേരുടെ പ്രവർത്തനം പോലെ ഈ പേരില്ലാതാക്കാൻ ഇല്ലേ? ആലോചിച്ച് നോക്ക്, ഫോറിനേഴ്സ് വരെ കേരളത്തിൽ ആവശ്യം പോലെ വരുന്നു. ഇവിടെ നമ്മൾ മോശപ്പെട്ട പെരുമാറ്റങ്ങളാണ് കാഴ്ചവെക്കുന്നത്. പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വരും? നമ്മൾ പോകാൻ മടിക്കുന്ന കുറെ രാജ്യങ്ങളില്ല. എന്തുകൊണ്ട് നമ്മൾ കുറെ രാജ്യങ്ങളിൽ പോകാൻ മടിക്കുന്നു? അവിടെ പോയാൽ കുത്തിന് പിടിക്കും, നമ്മളെ എല്ലാം പിടിച്ചോണ്ട് പോകും, അടിച്ചോണ്ട് പോകും, മോഷ്ടിച്ചോണ്ട് പോകും. കേട്ടിട്ടില്ലേ? ഉണ്ടോ ഇല്ലേ? രാജ്യത്തിന്റെ പേരെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മുടെ ഇങ്ങോട്ട് വന്നാലും പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മുടെ സമൂഹത്തിനെയും രാജ്യത്തിനെയും സംസ്ഥാനത്തിനെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് ഒരു കൂട്ടായ്മയുടെ നല്ല പെരുമാറ്റത്തോടെ പോടെ അത് ചെയ്യണേ. അപ്പൊ രഞ്ജിത്ത് സാറിന്റെ സംസാരങ്ങളെല്ലാം നിങ്ങൾ കേട്ട് കാണുമല്ലോ. എല്ലാരും ഇപ്പൊ പറയുന്നത്, ഇപ്പൊ കുറെ പേര് പണം മേടിച്ച് റിവ്യൂ ചെയ്യുന്നുള്ള രീതിയിലാണ്. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമല്ല. അവരവരുടെ അഭിപ്രായങ്ങളായിരിക്കാം പറയുകയൊക്കെ ചെയ്യുന്നത്. എന്തോ ചില നേട്ടങ്ങൾക്ക് വേണ്ടി. കാരണം പഴയ രീതിയിലൊന്നും അല്ല ഇപ്പൊ ഓരോരുത്തർ റിവ്യൂ എന്ന് ചെയ്യുന്നത്. അവർക്ക് തോന്നിയ പോലുള്ള രീതിയിലൊക്കെ എന്താ പറയണ്ടേ, 8 നല്ല പൊട്ടിയ പടമൊക്കെ നല്ല രീതിയിലാ നല്ല ഒരു റിവ്യൂ ഒക്കെ പറഞ്ഞിട്ട് പോകും. എനിക്കൊക്കെ പേഴ്സണലിൽ എന്താ പറയണ്ടേ, ചിലതൊക്കെ കാണുമ്പോ ഇവന്മാരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. ചില പടത്തിന് ഒരു റിവ്യൂ ഇടാറില്ല, ഇടാതെ ഇങ്ങനെ ചവിട്ടി നിൽക്കും. 5-6 ദിവസമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുവൊക്കെ ചെയ്യും. സത്യം പറഞ്ഞ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. നിങ്ങൾക്കൊരു പടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ, ഒരു ദിലീപ് ആയിക്കോട്ടെ, ദിലീപിന്റെ പടം ഇപ്പൊ റിവ്യൂ മോശമാണെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഈ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, നിങ്ങളൊന്ന് പോയി കാണണം ആ പടം. എന്തൊരു നല്ല പടമാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടൊരു പടമാണത്. അതൊക്കെ ആവറേജ് മോശമാണ്, ഭയങ്കര താഴെന്നൊക്കെ പറയുന്നത് ഒട്ടും ആൾക്കാർ കയറാൻ പോകത്തില്ല. ഇതിനേക്കാളും മോശമായിട്ടുള്ളതൊക്കെ വലിയ അടിപൊളി വേറെ ലെവല് ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ ടീംസുകളുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട നടനുണ്ടോ, എന്തോ നെഗായാലും പോസായാലും എന്തായാലും ശരി,
നിങ്ങൾ പോയി തിയേറ്ററിൽ കാണുക. നിങ്ങൾക്ക് ഒരാടെ പടം ഇറങ്ങി ഇയാടെ പോയി കാണാം, നല്ലതോ ചീത്തോ പോയി കാണുക. റിവ്യൂസിന്റെ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു.